തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ നാടെങ്ങും പ്രചാരണം ശക്തമാണ്. വാഗ്ദാനങ്ങൾ നിരവധി. സാധാരണക്കാരുടെ വോട്ട് നേടി മുൻപ് വിജയിച്ചവർ ഇതുവരെ എന്ത് ചെയ്തു എന്നതാണ് ജനങ്ങൾക്കിടയിലെ ചർച്ച. എന്തായാലും നമുക്ക് കൊല്ലം നഗരത്തിലേക്ക് ഒന്ന് പോയി വരാം. മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം ശക്തമാക്കുകയാണ് മുന്നണികൾ. ഈ സമയത്ത് കൊല്ലം കോർപ്പറേഷനിൽ എത്തിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളോട് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടെ നമ്മൾ കേൾക്കണം. എന്താണ് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് ഇവിടെ മാറ്റങ്ങൾ വരേണ്ടത്, നമുക്ക് അവരിലേക്ക് തന്നെ പോകാം. ഈ സ്ഥാനാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യം നോക്കി അങ്ങ് പോവുക. ജയിക്കാൻ വോട്ടിന് വേണ്ടി പല കാര്യങ്ങളും പറയും, പല രീതിയിൽ വരും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ആവശ്യത്തിന് എന്നാൽ പോലും അവർ നമ്മളെ കണ്ട ഭാവം കാണിക്കത്തില്ല. അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം, അന്ന് മുതൽ ഇന്ന് വരെ. കൊല്ലത്തിന് വേണ്ടി എന്താ പറയാനുള്ളത്? കൊല്ലത്തിന് വേണ്ടി ഇതുവരെ ഉള്ള ഒരാളും ഒന്നും ചെയ്തിട്ടില്ല. ഈ പട്ടണത്തിലേക്ക് വേണ്ടി ഇവിടെ ആര് ജയിച്ച് വന്നാലും ശരി തന്നെ എല്ലാം ഒരേപോലെ ഒന്നും ചെയ്തിട്ടില്ല. കൊല്ലത്തിന് ഒരുപാട് മാറ്റം ഉണ്ടാവണം, ഒരുപാട് മാറ്റം ഉണ്ടാവണം. കൊല്ലം എന്ന് പറയുന്ന പട്ടണത്തിന് ഒരുപാട് മാറ്റം ഉണ്ടാവണം. കാരണം മാറ്റം അനിവാര്യമാണ്, പക്ഷെ ആരും അത് ചെയ്യുന്നില്ല. നല്ലൊരു റോഡില്ല, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുണ്ട് കൊല്ലത്ത്. ഒരാൾ വന്നു കഴിഞ്ഞാൽ ആർക്കും ശൗചാലയത്തിൽ പോകാൻ പോലും ഇവിടെ പൊതു ശൗചാലയങ്ങൾ കുറവൊക്കെ ഉണ്ടെന്ന്. പൊതു ശൗചാലയം കുറവുണ്ട്. ഉള്ള ശൗചാലയത്തിൽ വൃത്തിയില്ല. അതുകൊണ്ട് അപ്പുറത്തെ കോർപ്പറേഷൻ്റെ ശൗചാലയം ഒരു വൃത്തിയില്ല. അവിടെ കഞ്ചാവുകാരും വെള്ളമടിക്കാരും വന്ന് അവിടെ താവളമാണത്. അവിടെ ചെന്നാൽ അറിയാം. അപ്പം നിങ്ങൾ ചെന്നാൽ നോക്കിയാൽ അവിടെ അറിയാൻ പറ്റില്ല. മുൻകൈ എടുക്കണം, പക്ഷെ അവരെടുക്കുന്നില്ലല്ലോ. അവർ കോൺട്രാക്ട് കൊടുത്ത് അവരുടെ കാര്യം തീർന്നു, അത്രയേ ഉള്ളൂ. ഇതിന് കഴിവുള്ളവർ കോർപ്പറേഷനിലോട്ട് വരണം. ഉണ്ട്, പക്ഷെ ആരും അതെല്ലാം കണ്ടടക്കുക. അതെല്ലാം ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അവർ കണ്ടടക്കുകയാണത്. തീർച്ചയായിട്ടും അത് വേണ്ടുന്ന നടപടിയാണത്. ഒരു വികസനമില്ല, ഒരു കാര്യമില്ല. ഈ കൊല്ലത്ത് ഒരു കാര്യങ്ങളും ഇവിടെ ആരും ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളിവിടെ ഒരു പാർക്കിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ തന്നെ ഞാൻ ഇവിടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം അടിച്ചിട്ട് പ്രശ്നങ്ങളാണ്. ഇവിടെ നമ്മൾ ഒരുപാട് പേരെടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട്. അവർ ഇവിടെ നിന്ന് ഭരിച്ച് ജയിച്ചവരാരും പോലും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ വേണം. ഇവിടെ നല്ലൊരു ബാത്റൂമില്ല. പിന്നെ കുടിവെള്ളത്തിന് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് നാളുകൊണ്ട് മേലടത്തും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടും ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഈ കടക്കാർ മൊത്തം പറഞ്ഞു, ഇവിടെ ഈ കട രാവിലെ തുറക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരു കോർപ്പറേഷന് പരാതി കൊടുത്ത് മടുത്ത്. കോർപ്പറേഷന് ഒരു മനുഷ്യർ പോലും ഇവിടെ ഒന്നും ചെയ്യത്തില്ല. കൊല്ലത്ത് വികസനം ഉണ്ടാവണം. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ കയറുന്നതോറും ഒരുപാട് വികസനം ഉണ്ടാവുമെന്ന ഓരോ ജനപ്രതിനിധി എന്ന നിലയിൽ ഓരോരുത്തരും കരുതുന്നത്. പക്ഷേ സമഗ്രമായൊരു വികസനം ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും കയറുമ്പം സമഗ്രമായൊരു വികസനത്തിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ അവർ കാല് വരുന്നൊരു സ്വഭാവം ഉണ്ടാവുന്നത്. കൊല്ലത്തിലൊരു വികസനം വരണം തീർച്ചയായിട്ടും വരണം. ഇവിടെ ഇപ്പോൾ ഞാൻ തേവള്ളിയിൽ ഇപ്പം ജയിച്ചുകൊണ്ടിരിക്കുന്ന ശൈലജ തന്നെ ജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം അവിടെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അവരേ ചെയ്യത്തുള്ളൂ. ബാക്കി എല്ലാവരും വാഗ്ദാനങ്ങളുമായിട്ട് വരത്തേ ഉള്ളൂ, വേറൊന്നും ചെയ്യത്തില്ല. ചർച്ചയാകുന്നത് വികസനം തന്നെയാണ്. കൂടുതൽ ജനങ്ങൾക്കും പറയുവാനുള്ളത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ചും. നഗരത്തിൽ മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ജനങ്ങൾ. ബിജു പരവൂരിനൊപ്പം മനോജ്, ജനം, കൊല്ലം.